ഒരു ഹെക്സഗണൽ പ്രിസം ആണ്. ഞാൻ ഹെക്സഗണൽ പ്രിസം റഫായിട്ടൊന്ന് വരയ്ക്കുകയാണ്. So this is the hexagonal prism and this is the vertical edge. Okay, so this is the hexagonal prism of side 20. So this is the base. So this is 20, this is 20, this is 20, etc. ഈ സൈഡ് എല്ലാം എത്രയാണ്? ഇതെല്ലാം 20 ആണ്. And axis 40 mm, 45 mm long. So this height is 45 millimeter. This height is 45 millimeter. Has a through square hole of 16 mm sides. Okay, ഇതിനകത്ത് എന്തുണ്ട്? ഒരു സ്ക്വയർ ഹോൾ ഉണ്ട്. ഇതിനകത്തൊരു ഹോൾ ഡ്രില്ല് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനെ കണ്ടോ? ആ ഹോളിന്റെ ഷേപ്പ് എന്താണ്? സ്ക്വയർ ഹോളാ. നിങ്ങൾക്ക് ഹോൾ അറിയാമല്ലോ, സർക്കുലർ ഹോൾ ഉണ്ട്, സ്ക്വയർ ഹോൾ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഹോൾസ് ഉണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ക്വയർ ഹോൾ ആണിത്. അപ്പൊ സ്ക്വയർ ഹോളിന്റെ സൈഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 16 millimeter സൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് 16, ദിസ് ഈസ് 16, ദിസ് ഈസ് 16. എല്ലാ സൈഡും 4 സൈഡും എത്രയാണ്? 16 ആണ്. The axis of the hole coincides with the axis of the prism. അതായത് ഈ ഹോളിന്റെ ആക്സിസ്, ഇതാണ് ഹോള്. ഹോളിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഹോളിന്റെ നടുക്കത്തെ ലൈൻ. ഹോളിന്റെ ആക്സിസ് കോയിൻസൈഡ്സ് വിത്ത് ദി ആക്സിസ് ഓഫ് ദി പ്രിസം. പ്രിസത്തിന്റെ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്താണ്? ഒറ്റ ലൈൻ ആണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. രണ്ടും ഒറ്റ ലൈനാണ്, ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ ആണ്. Then two lateral faces of the hole are parallel to that of the prism. അതായത് ഈ ഹോളിന്റെ ലാറ്ററൽ സർഫസ്, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തൂടെ പോകുന്ന 4 സർഫസ് ഉണ്ടല്ലോ, ആ സർഫസ് അതിൽ 2 എണ്ണം പാരലൽ ടു ദാറ്റ് ഓഫ് ദ പ്രിസം. അതായത് പ്രിസത്തിന്റെ, ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്ന ഈ സർഫസ് കണ്ടില്ലേ? ഇപ്പൊ ഈ സർഫസിന് ഇവിടുത്തെ ഹോളിന്റെ സർഫസ് എന്താണ്? പാരലാണ്. സിമിലർലി ഇവിടെയും അതേപോലെ തന്നെ ഈ സർഫസ് ഇതിന് പാരലാണ്. Draw the isometric view of the solid when it is standing upright. അതായത് ഈ ഹെക്സഗണൽ പ്രിസത്തിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. അപ്പൊ ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ, ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 3D വ്യൂ വരയ്ക്കണം. 3 dimensional വ്യൂ. ഞാനിപ്പോ ഈ വരച്ചേക്കുന്ന കണ്ടോ, ഇതേപോലെ 3D വ്യൂ വരയ്ക്കണം. നമ്മൾ ഇത്രയും നേരം വരച്ചുകൊണ്ടിരുന്ന 2D വ്യൂ ആണ്. 2D എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡയമെൻഷനേ ഉള്ളൂ, എക്സും ഉണ്ട് വൈയും ഉണ്ട്. 3D പറയുമ്പോ എന്തായത്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, പിന്നെന്താ ഉണ്ട്? ഇസഡും ഉണ്ട്. 3 dimensions ആണ്, എക്സ്, വൈ, ഇസഡ്. സോ ഹിയർ ഇവിടെ എന്താണ്? നമ്മൾ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ഇതെന്താണ്? ഇത് ഓൺലി 2D ആണ്. അപ്പൊ 3D വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ ആദ്യം 3D വരയ്ക്കുന്നതിന് മുമ്പ് എന്ത് വരയ്ക്കണം? 2D വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഞാൻ 2D വരയ്ക്കാൻ പോവാണ്. അപ്പൊ 2D വരയ്ക്കാനായിട്ട് എന്റെ കൂടെ വരച്ചോളുക. സോ ഞാൻ ആദ്യം ഒരു XY ലൈൻ വരച്ചു. This is my XY line. This is X. This is X and this is Y. Okay. Then I will draw the top view. മേളിൽ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഹെക്സഗൺ ആ കാണുന്നത്. So draw a hexagon. Okay, so I will draw a hexagon. ഹെക്സഗണിന്റെ അകത്തെ ആംഗിൾ അറിയാമല്ലോ എത്രയാണ്? 120 ഡിഗ്രി ആണ്. 120 ഡിഗ്രി. So this is hexagon. ഹെക്സഗൺ വരച്ചു. What is the dimension of this hexagon? Dimension of this hexagon is 20. Side is 20. Side is 20. Okay, this side is 20. Okay, so then next step is you have to name this. ഇതിനെ നെയിം ചെയ്യണം. Okay, so you have to name this.
So this point is A, small letter A, bracket P. അല്ലെങ്കിൽ ഞാൻ A bracket 1 എന്ന് കൊടുത്തു. A bracket 1. So this point is A bracket 1. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ പോയിന്റ് this point is A. Okay, ഈ പോയിന്റ് A, താഴത്തെ പോയിന്റ് എന്താണ്? 1 ആണ്. Okay, ഈ പോയിന്റ് A, അടുത്ത പോയിന്റ് 1. അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? This point is B. Then താഴത്തെ പോയിന്റ് എന്താണ്? 2 ആണ്. This point is 2. Similarly, C, this point is C. താഴത്തെ പോയിന്റ് എന്തായിരിക്കും? 3. This point is 3. Okay. So അപ്പൊ അങ്ങനെ ഞാൻ പേര് കൊടുക്കുകയാണ്. So this point is B bracket 2. That means B കാണാം, 2 കാണാൻ പറ്റത്തില്ല, invisible. So this is B bracket 2. Then next is C bracket 3. This is C bracket 3. And then D bracket 4. This is D bracket 4. And this point is E bracket 5. And then this is F bracket 6. F bracket 6. Okay. So ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? Okay. Then next is draw the top view of this square hole. Okay. So അപ്പൊ ഇതിന്റെ നടുക്ക് എന്ത് വരയ്ക്കണം? ഒരു സ്ക്വയർ വരയ്ക്കണം. So this is the square. And what is the dimension of this square? This dimension is 16. This side is 16. This side is 16. Okay. So this is the side of the, sorry, this is the top view of the square hole. അപ്പൊ ഈ സ്ക്വയർ ഹോളിന്റെ രണ്ട് സൈഡ്സ് നോക്കി. രണ്ട് സൈഡ്സ് എന്താണ്? ഈ പ്രിസത്തിന്റെ സർഫസിന്, ലാറ്ററൽ സർഫസിന് പാരലാണ്. ഈ സർഫസും പാരലാണ്. ഈ സർഫസും പാരലാണ്. So these two surfaces are parallel. Okay. Then I will project this. Okay. Then I will project the top view. And then what is the height of this? What is the height of this object? That is 45. Okay. But 45 height le da ഞാൻ വരച്ചു. This is the front view. Okay. Then അതിനെ dark ചെയ്യുക. നമ്മൾ വ്യൂസ് എപ്പോഴും എന്തായിരിക്കണം? ഡാർക്ക് ആയിരിക്കണം. Okay. Okay. So നമ്മൾ വ്യൂസിനെ എന്ത് ചെയ്തു? നമ്മൾ ഡാർക്ക് ചെയ്തു. Then ഇതിന്റെ നടുക്കത്തെ എഡ്ജും ഞാൻ വരച്ചു. ഇതാ. Okay. So അതും ഡാർക്ക് ചെയ്തു. Okay. Then name this. അപ്പൊ ഇതിന് പേര് കൊടുക്കണേ. അപ്പൊ ഇവിടെ നേരെ താഴോട്ട് നോക്കിയേ. മേളത്തെ പേര് ഞാൻ കൊടുത്തേക്കുന്നത് എന്തുവായിരുന്നു? എയും ബിയും സിയുമാണ്. താഴത്തെ ആണ് 1. അപ്പൊ ഞാൻ മേളില് ഇവിടെ നേരെ താഴോട്ട് നോക്കിയ ടോപ്പ് വ്യൂല് എയും എഫും ആണ്. അപ്പൊ ഇവിടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് എ ഡാഷ് കോമ എഫ് ഡാഷ്. എ ഡാഷ് കോമ എഫ് ഡാഷ്. ഇതാ ഈ പോയിന്റിൽ.
എ ഡാഷ് കോമ എഫ് ഡാഷ് ഈ പോയിന്റിൽ. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ എന്ത് വരും? ബി ഡാഷ് കോമ ഇ ഡാഷ്. This point is b dash comma e dash. This point is b dash comma e dash. Then next point is c dash comma d dash. Okay, c dash comma d dash. And താഴത്തെ പോയിന്റ് എന്താണ്? 1 dash comma 6 dash. 1 dash comma 6 dash. കാരണം താഴത്തെ പോയിന്റ് ഞാൻ 1 2 3 എന്നല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോ 1 ഡാഷും 6 ഡാഷും ആണ്. അടുത്ത പോയിന്റ് നോക്കിയേ, അടുത്ത എന്താണ്? 2ഉം 5ഉം ആണ് അല്ലെ. അപ്പൊ ഇതാ ഇവിടെ വരും 2 dash comma 5 dash. This is 2 dash comma 5 dash. And then next is this is 3 dash comma 4 dash. ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ആ ഹോളൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്താൽ മതി. ഇതാ ഇവിടെ ഈ ഹോളും എന്ത് ചെയ്യുക? മേളിലോട്ട് പ്രൊജക്ട് ചെയ്യുക. പക്ഷെ അത് ഫ്രണ്ട് വ്യൂവിലെ ഹോള് അകത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായിട്ട് വരയ്ക്കാവുള്ളൂ? ഡോട്ടഡ് ലൈൻ ആയിട്ട് വരയ്ക്കാവുള്ളൂ. താഴെ ഹോൾ വരച്ച് ഒന്നുകൂടെ ഒന്ന് പറയാം. ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന്റെ പിന്നെ ഇതിന്റെ നടുക്കൊരു സ്ക്വയർ ഹോൾ ഉണ്ടെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്, നടുക്ക്. അപ്പൊ ഇത് വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഇതിന്റെ സൈഡ് 16 ആണെന്നറിയാം. അപ്പൊ ഇതിന്റെ നടുക്കൂന്ന് മേളിലോട്ട് ഒരു 8 എടുക്കുക. 8 എടുത്തിട്ട് 16ന്റെ ഒരു ലൈൻ വരയ്ക്കുക. താഴോട്ടും 8 എടുത്തിട്ട് 16ന്റെ ഒരു ലൈൻ വരയ്ക്കുക. റൈറ്റ് സൈഡിലോട്ടും 8 എടുത്തിട്ട് ഇതുപോലെ 16ന്റെ ഒരു ലൈൻ വരയ്ക്കുക. ലെഫ്റ്റിലോട്ടും 8 എടുത്തിട്ട് 16ന്റെ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ 4 ലൈനോട് അങ്ങ് കൂട്ടി യോജിപ്പിക്കുമ്പോഴത്തേക്ക് ഒരു സ്ക്വയർ ഹോളായി. മനസ്സിലായോ പറഞ്ഞ? മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ. മനസ്സിലായി. ഓക്കെ, സോ അപ്പം അങ്ങനെയാണ് നമ്മൾ ആ സ്ക്വയർ ഹോൾ വരയ്ക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇപ്പൊ വരച്ചത് ടോപ്പ് വ്യൂ ഫ്രണ്ട്. നമുക്ക് ഇതല്ല വേണ്ട. നമുക്ക് എന്താ വേണ്ട? നമുക്ക് 3D ആ വേണ്ട, ഐസോമെട്രിക് വ്യൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഐസോമെട്രിക് വ്യൂവിൽ ആദ്യം ചെയ്യേണ്ടത്, ഈ ടോപ്പ് വ്യൂവിനെ നമ്മൾ ഒരു ബോക്സിൽ ഇതുപോലെ ഞാനിപ്പോ ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ബോക്സിൽ അങ്ങ് ആക്കണം ആദ്യം. ഇതാ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിൽക്കണം ടോപ്പ് വ്യൂ. എന്നിട്ട് അതിന്റെ ഡയമെൻഷൻ എടുക്കണം. ഇതാ ഇത് നോക്കി, ഇതിന്റെ ഡയമെൻഷൻ എത്ര നോക്കിയേ? ലെങ്ത് എത്രയാ? 34.641. ദെൻ ബ്രെഡ്ത്ത് എത്ര നോക്കിയേ? 39.272. നിങ്ങൾ വരയ്ക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതുപോലെ എടുക്കുക. ഓക്കെ, ഈ ലെങ്ത് എടുക്കുക, ഈ ബ്രെഡ്ത്ത് എടുക്കുക. ടോപ്പ് വ്യൂല് ലെങ്ത് ഇപ്പം 34.641 ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? 39.272 ആണ്. എന്നിട്ട് ഞാൻ ആദ്യം ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ലൈൻ വരയ്ക്കുക. അതാ കണ്ടോ, ഒരു ലൈൻ വരച്ചു. എന്നിട്ട് നമ്മൾ ഈ ബോക്സിന്റെ ഈ എൻ പോയിന്റ്, നമ്മൾ ഈ ലെഫ്റ്റിലത്തെ എൻ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഞാൻ ഒരു ലൈൻ വരയ്ക്കണം. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. അതേപോലെ ദാ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ഇതിന്റെ ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അഗെയിൻ ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് 34.641 കാണുന്നുണ്ടോ? അത്. അപ്പൊ ഈ ലൈനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാല് 34.641 ആയിരിക്കും. ഇപ്പുറത്തെ ലെങ്ത് എത്ര? ഇത് 39.272. അപ്പൊ അത് ഇവിടെ കൊടുക്കുക. 39.272 കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. ദെൻ ഈ ലൈനിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ വരയ്ക്കുമ്പോൾ ഈ ലൈൻ ഇതിന്, യെസ്, ആരോ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നോക്കട്ടെ എന്താന്ന്. സാർ ഒന്നുകൂടെ പറയാമോ? ഓക്കെ, എവിടുന്നാ ഒന്നുകൂടെ പറയണ്ടേ? ഒന്നുകൂടെ പറയുന്നത്, ആദ്യം ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ക്വസ്റ്റ്യൻ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ വായിച്ചിട്ട് അതിന് റിപ്ലൈ തന്നോളാം. ഓക്കെ, അപ്പം ആദ്യം ഒരു റെഫറൻസ് ലൈൻ വരച്ചു. റെഫറൻസ് ലൈൻ വരച്ചിട്ട് രണ്ട് സൈഡിൽ എത്ര ഡിഗ്രിയിൽ എടുത്തു? 30 ഡിഗ്രി 30 ഡിഗ്രി. എന്നിട്ട് ഇവിടെ 34.641 എടുത്തിട്ട് ഈ ലൈൻ 34.641 ആണ്.
ഇപ്പുറത്തെ ലൈൻ എത്രയാണ് 39.27. അത് തന്നെ ടോപ്പ് വ്യൂവിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ. ഏതാണ് 34.641, ഏതാണ് 39.272 എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 39.272 പാരലൽ വരയ്ക്കുക ഈ പോയിന്റിൽ നിന്ന്. സിമിലർലി ഈ 34.641 പാരലൽ വരയ്ക്കുക ഈ ലൈനിൽ. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. ഓക്കെ, അപ്പൊ അതേ ഞാൻ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നിന്ന് നേരെ മുകളിലോട്ട് ലൈൻ വരയ്ക്കുക, വെർട്ടിക്കൽ ലൈൻ. ആ വരയ്ക്കുന്ന ലൈനിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, 45. അപ്പൊ ഞാൻ ഈ ഓരോ പോയിന്റിൽ നിന്നും നമുക്കിപ്പോ ഇത്രയും പോയിന്റ് ഉണ്ട്, ഈ ഓരോ പോയിന്റിൽ നിന്നും മേളിലോട്ട് ലൈൻ വരയ്ക്കുക, സച്ച് ദാറ്റ് ഇതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും, ദിസ് ലെങ്ത് ഈസ് 45. ഓക്കെ, ഇതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും, ദിസ് ലെങ്ത് ഈസ് 45. മേളിലോട്ട് വരച്ചു 45. ഓക്കെ, സോ 45 എടുത്തിട്ട് എന്ത് ചെയ്തു, ഞാനിത് വരച്ചു. ക്ലിയർ? എന്നിട്ട് ഞാൻ ഈ ലൈനും ഇതാ ഇതോടെ ജോയിൻ ചെയ്തു, ഇതോടെ ജോയിൻ ചെയ്തു, ഇതോടെ ജോയിൻ ചെയ്തു, ഇതോടെ ജോയിൻ ചെയ്തു. അപ്പൊ എനിക്കിതാ ഇങ്ങനെ ഒരു ബോക്സ് പോലെ കിട്ടി. ഇത്രയും വരച്ചതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഈ ആദ്യം നമ്മൾ 30 ഡിഗ്രി എടുത്തിട്ട് 2 ലൈൻ വരച്ചു, 39.2 ലൈനും വരച്ചു, 34.6 ലൈനും വരച്ചു. അത് കഴിഞ്ഞിട്ട് പാരലൽ ആണ്, അതെങ്ങനെയാണ്? അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഒരു കാര്യം, ഞാനിപ്പോ ഇതിന് ഒരു പേര് കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനിപ്പോ ഈ ടോപ്പ് വ്യൂല് വരച്ചതിന് ഞാനിവിടെ ഇതിന് ഞാൻ P എന്ന് കൊടുത്തു. Then this point is Q, this point is R, and this point is S. ഞാൻ 4 പോയിന്റും PQRS എന്ന് പേര് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യം ഇവിടെ ഞാൻ P മാർക്ക് ചെയ്യുന്നത്. ആദ്യം ഇവിടെ P മാർക്ക് ചെയ്തു. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഞാൻ എന്ത് മാർക്ക് ചെയ്തു, Q മാർക്ക് ചെയ്തു. Q. ഇത് ക്ലിയർ ആയോ? PQ വരച്ചേക്കുന്ന ക്ലിയർ ആയോ? PQന്റെ ലെങ്ത് എത്ര, 34.641. ഓക്കെ, ഇനി അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ PS വരച്ചു. PS-ന്റെ ലെങ്ത് എത്രയാ, 39.272. ഓക്കെ, ഇനി അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ PQS ഉണ്ട്. അപ്പൊ ഇനി എനിക്ക് വേണ്ട പോയിന്റ് ഏതാ, 6 എന്നുള്ള പോയിന്റാ വേണ്ടത്. ആണോ? ശരിയാണോ? 6. അപ്പൊ 6 എന്നുള്ള പോയിന്റ് വേണമെങ്കിൽ നമുക്കറിയാം ഈ 6 എന്ന് പറയുന്നത് ഈ QR എന്ന് പറയുന്ന ഏതിന് പാരല്ല, PS-ന് പാരല്ല. കണ്ടോ? QR എന്ന് പറയുന്ന PS-ന് പാരല്ല. കണ്ടോ? അപ്പൊ ഞാൻ QV എന്നൊരു ലൈൻ വരയ്ക്കണം. ഏതിന് പാരലായിട്ട്? PS-ന് പാരലായിട്ട്. മനസ്സിലായോ? പാരലായിട്ട് വരയ്ക്കുന്ന നമ്മൾ സെറ്റ് സ്ക്വയറും ഇതും വെച്ച് വരയ്ക്കാൻ അറിയത്തില്ല. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഒരു ലൈനിലോട്ട് സ്കെയില് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി വരയ്ക്കാൻ അറിയത്തില്ല. അതായത് നമ്മൾ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് നമ്മൾ ആദ്യം, ഇപ്പൊ എനിക്ക് കമ്പ്യൂട്ടറിൽ അത് കാണിച്ചു തരാൻ പറ്റത്തില്ല. നിങ്ങൾ സെറ്റ് സ്ക്വയറും സ്കെയിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബേസ് ലൈനിൽ കൊണ്ടുവന്ന് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് സ്കെയിൽ അതിന്റെ ഒരു എൻഡിൽ ഫിക്സ് ചെയ്തിട്ട് ഈ സെറ്റ് സ്ക്വയർ മുമ്പോട്ട് നീക്കണം. അപ്പൊ ഇങ്ങനെ മുമ്പോട്ട് നീക്കി വരുമ്പോൾ ഈ Q എന്ന് പറയുന്ന പോയിന്റിൽ വരും. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ അങ്ങ് വരയ്ക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഏതിന് പാരലാവും, ഈ PS എന്ന് പറയുന്ന ലൈനിന് പാരലാവും. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ക്യൂവിന്റെ ആംഗിൾ എത്ര എടുത്താൽ മതി. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ നോക്കി, ഈ ആംഗിൾ 90 വരത്തില്ല. ഓക്കെ, സോ അങ്ങനെ വേണ്ട, ഈ പാരലായിട്ട് വരച്ചാൽ മതി. അതായത് ഈ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവന്ന് പാരലായിട്ട് വരച്ചാൽ മതി. പാരലൽ വരയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഇത് വരച്ചത് ക്ലിയർ ആയോ? PQRS വരച്ചത് ക്ലിയർ ആയോ? PQRS കുഴപ്പമില്ലല്ലോ. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാറ്റിൽ മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ PQRS സിമിലർലി ഞാൻ മേളിലത്തേനും ഇതേപോലെ ഇതേ സെയിം അങ്ങ് കൊടുക്കുക. അപ്പൊ എനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ മേളിൽ ഞാൻ അതേ പേര് കൊടുക്കുകയാണ്, PQ
R and S. PQRS. ഇനി വളരെ സിമ്പിൾ ആട്ടോ, ഒന്നുമില്ല ഇത് വരയ്ക്കാൻ. ഇനി നോക്കിയേ, നമ്മുടെ പി ക്യൂവില് 2 പോയിന്റ്സ് ഉണ്ട്. പി ക്യൂവില് ഏതൊക്കെ പോയിന്റാ? ബി എന്നൊരു പോയിന്റും ഉണ്ട്, 2 എന്നൊരു പോയിന്റും ഉണ്ട്. ബി മേളിലും 2 താഴെയുമാണ്. അപ്പൊ ആ ഡിസ്റ്റൻസ് എത്രയാന്ന് മെഷർ ചെയ്യണം. ദാ ഇവിടെ ഈ ഡിസ്റ്റൻസ് എത്രയാന്ന് മെഷർ ചെയ്ത് ഇവിടെ വരെ എനിക്ക് കിട്ടിയ ഡിസ്റ്റൻസ് എത്രയാണെന്നറിയോ? 17.321 എന്നാ. അപ്പൊ ആ പോയിന്റ് ഇതാ ഇവിടെ മാർക്ക് ചെയ്യാം. അതാണ്ട് ഇവിടെ മേളിലും താഴെ രണ്ടിടത്തും ഡിസ്റ്റൻസ് എത്രയാണ്? 17.321. ഇതാ ഇവിടെ. This is 17.321. ഓക്കെ. അടുത്തത് ഇതേപോലെ തന്നെ, താഴെ ഇതേപോലെ തന്നെ 17.321. ഓക്കെ, 17. അപ്പൊ അതിന്റെ പേര് കൊടുക്കുക. നമുക്ക് അതിന്റെ മേളത്തെ പേരെന്തായിരുന്നു? ബി. ഇതിന്റെ പേര് ക്യാപിറ്റൽ ബി ആണ്. ദിസ് ഇസ് ക്യാപിറ്റൽ ബി ആ കൊടുക്കണ്ടേ. ഓക്കെ, ദിസ് ഇസ് ക്യാപിറ്റൽ ബി. ദെൻ ദിസ് ഈസ് താഴത്തെ പേര് 2. ഓക്കെ, ഇനി അടുത്തത് ഇതാ ഇവിടെ ഈ പോയിന്റ് തൊട്ട് സി വരെ എത്ര ഡിസ്റ്റൻസ് എന്ന് നോക്കണം. എത്രയാ? 9.636. അതിവിടെ മാർക്ക് ചെയ്യാം. ഇതാ ഇവിടെ മേളിലും താഴെയും രണ്ടിടത്തും ചെയ്യണേ. ഇതാ ഇവിടുന്ന് ഇവിടം വരെ ഈ ഡിസ്റ്റൻസ് എത്ര? 9.636. ഓക്കെ, എന്നിട്ട് അതിന് പേര് കൊടുക്കുക. ഇതിന്റെ പേരെന്തായിരുന്നു? സി. ഇതിന്റെ പേര് സി. ഓക്കെ, താഴെ അതേപോലെ തന്നെ ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഡിസ്റ്റൻസ് ഈസ് 9.636. okay, and this is 2 3. This point is 3. okay. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഈ ബിയും സിയുടെ ജോയിൻ ചെയ്യുക. ബിയും സിയും ഹെക്സഗണിന്റെ ഒരു സൈഡ് ആണല്ലോ, അത് ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. ബിയും സിയും ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. സിമിലർലി താഴെ ഇതേപോലെ തന്നെ ഈ 2ഉം 3ഉം എന്ത് ചെയ്യുക? ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ദെൻ അടുത്തത് ഇപ്പുറത്ത് ഈ ഡിയും 4ഉം ഇതേപോലെ മാർക്ക് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് എത്ര വരും? അതും ഇതേപോലെ 9.636. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ദാ ഇവിടെയും നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, താഴെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഡിസ്റ്റൻസ് സെയിം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ആയിരുന്നു? 9. ദിസ് ഡിസ്റ്റൻസ് ഈസ് 9.636. താഴെ അത് തന്നെ ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയാ? 9.636. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമ്മള് അടുത്ത പോയിന്റ്, അടുത്തത് ഇതേപോലെ ഈ ബിയുടെ ഓപ്പോസിറ്റിൽ ഏതാ? അപ്പൊ ഇതിന്റെ പേര് കൊടുത്തില്ല ഞാൻ. ബി സി ഡി. ഇതിന്റെ പേര് ഡി. ദിസ് നെയിം ഈസ് ഡി. ഓക്കെ, താഴത്തെ പേരെന്താ? 2 3 4. ഇതിന്റെ പേര് 4. ദിസ് നെയിം ഈസ് 4. ഓക്കെ, ദെൻ ബിയുടെ നേരെ ഓപ്പോസിറ്റിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതും ഈ ഡിസ്റ്റൻസ് എത്രയാ? ദിസ് ഡിസ്റ്റൻസ് ഈസ് 17.321. 17.321. ഓക്കെ, അതിന്റെ പേരെന്തുവാ? ഇ. ദിസ് നെയിം ഈസ് ഇ. അതിന്റെ പേര് ഇ ആണ്. ഓക്കെ, ദെൻ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതാ ഇവിടുന്ന് ഇന്ന് ഡിയിലോട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ ഡിന്ന് സിയിലോട്ടും. ഓക്കെ, താഴെ അതുപോലെ തന്നെ താഴെ എന്താ ഇവിടെ പോയിന്റ് കൊടുക്കുക. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഡിസ്റ്റൻസ് ഈസ് 17.321. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി അത് തന്നെയാണ്. അപ്പൊ ഇതിന് 5 എന്ന് പേര് കൊടുത്തു. ദിസ് നെയിം ഈസ് 5. ഓക്കെ, ദിസ് നെയിം ഈസ് 5 and join this 5 and 4. ഓക്കെ, ദെൻ ഈ 4ഉം ഇതും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഇപ്പുറത്തും ഇതേപോലെ തന്നെ അതാ ഇവിടെ പോയിന്റ്. ഈ ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു? 9.636. 9.636 ഇവിടെ കൊടുത്തു.
ഇവിടെ അത് തന്നെ എന്താണ് 9. നിങ്ങൾ കുഴപ്പമില്ല, ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, നിങ്ങളത് നോക്കിയാൽ മതി കേട്ടോ. 9.636. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടുന്ന് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹെക്സഗൺ ഇങ്ങനെ റെഡിയായി വരുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാവുന്ന ഒരു ഏരിയ ഇത്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞതിൽ സംശയങ്ങളുണ്ടോ ആർക്കെങ്കിലും? സംശയമുണ്ടോ ഇത്രയും പറഞ്ഞതിൽ? ആരും അനങ്ങുന്നില്ല, ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. 9.636. ഹലോ, ജൂഡിത്ത് കേക്കാമോ? എന്തായാലും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഞാൻ ഇതിനെ ഇതാ ഇവിടെ ജോയിൻ ചെയ്തു. സിമിലർലി ഞാൻ ഇതാ ഇതിനെ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ മേളിലും താഴെയും നിങ്ങൾ കണ്ടോ? മേളിലും താഴെയും 2 ഹെക്സഗൺ റെഡിയായി വന്നത് നിങ്ങൾ കണ്ടല്ലോ. മേളിലും താഴെയും 2 ഹെക്സഗൺ ഇതാ റെഡിയായി വന്നു. ഇനി മേളിലത്തെയും താഴത്തെയും ഹെക്സഗണെ എന്ത് ചെയ്താൽ മതി? നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്താൽ മതി. ഇതാ മേളിൽ നിന്ന് ഒരു ഹെക്സഗൺ താഴോട്ട് ഡാർക്കായിട്ട് വരയ്ക്കുക. Okay, so this is the isometric projection of hexagonal prism. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഞാൻ ഇപ്പൊ ഇത്രയും വരച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. സംശയമുണ്ടോ? സാറാ 9.636 ഒക്കെ എടുത്ത് അതൊന്ന് പറയാം. അല്ല, അത് ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ ഈ നമ്മൾ ഇവിടെ ഈ ടോപ്പ് വ്യൂവില് എന്റെ ടോപ്പ് വ്യൂവിൽ കാണുന്നുണ്ടല്ലോ ABCDEF എന്നൊക്കെയുള്ള പോയിന്റ് ഇല്ലേ? അപ്പൊ ഈ ഓരോ കോർണറിൽ നിന്നുള്ള ദൂരം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതാ കണ്ടോ, ഇപ്പൊ ഇതാ നോക്കിയേ. ഇപ്പൊ ഇതാണ്ട് ഇവിടെ E എന്നൊരു പോയിന്റ് കാണുന്നുണ്ട്, E. ഓക്കെ, അപ്പൊ ആ E എന്നുള്ള പോയിന്റ് RS എന്നുള്ള സൈഡിൽ, അതെ ഇവിടെ കണ്ടോ, നമ്മൾ ടോപ്പ് വ്യൂവിൽ വരുമ്പോ RS എന്നുള്ള സൈഡില് മേളിൽ ഇയും താഴെ 5ഉം ഉണ്ട്. അപ്പൊ അതിന്റെ ദൂരം എത്രയാണ്? നേരെ താഴോട്ട് നോക്കി 17.321. അപ്പൊ അത് നേരെ എടുത്ത് എന്ത് ചെയ്തു? ഞാൻ മേളിലും 17.321 കട്ട് ചെയ്തു, താഴെയും 17.321 കോമ്പസിൽ എടുത്ത് കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഇയും 5ഉം കിട്ടി. ഇനി അടുത്ത എന്ത് ചെയ്യണം? ഈ 9 പോയിന്റ് എന്ന് പറഞ്ഞ ഏതാ? ഈ ഡിസ്റ്റൻസ് QR-ല് C എന്നും D എന്നും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, മേളില് 3 എന്നും 4 എന്നും പറയുന്ന പോയിന്റ് ഉണ്ട് താഴെ. അപ്പൊ അത് ഈ കറസ്പോണ്ടിങ് QV എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എത്രയാ? 9.636. മനസ്സിലായോ? ഈ QV എന്നുള്ള ഡിസ്റ്റൻസ് ആണ് 9.636. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? QV-ന്ന് ഇങ്ങോട്ടും കട്ട് ചെയ്തു, R-ന്ന് ഇപ്പുറത്തോട്ടും കട്ട് ചെയ്തു. ഇതേ സെയിം ഡിസ്റ്റൻസ് തന്നെയാണല്ലോ ഇപ്പുറത്തും ഇവിടെയും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അങ്ങനെയാണ് ഈ 9.636 വന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലായി സർ. ഓക്കെ, അപ്പൊ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ ഇപ്പം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇതിന്റെ സൂമിന്റെ ഇത് 40 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഇത് തീരും. അപ്പൊ ഇത് തീർന്നു കഴിയുമ്പോൾ ഞാൻ അടുത്ത ലിങ്ക് വീണ്ടും ഇടും, അതിലോട്ട് നിങ്ങൾ അങ്ങ് ജോയിൻ ചെയ്താൽ മതി കേട്ടോ.
ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്തിലോട്ട് ഇടാം. അപ്പൊ ഇതിന്റെ ഇപ്പം 40 മിനിറ്റേ ഉള്ളൂ, ഫ്രീ 40 മിനിറ്റേ ഉള്ളൂ. അപ്പം 40 മിനിറ്റ് ഇപ്പൊ തീരും. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? Clear, sir. ഓക്കെ ഓക്കെ.